വർഷങ്ങൾക്ക് മുൻപ് ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിലേക്ക് ആ സമയത്ത് നല്ല വരുമാനം വരുന്നുണ്ട്. ഓൺലൈനിലൂടെ ബിസിനസ് ചെയ്തും അതേപോലെ ചെയിൻ ബിസിനസ്സിൽ ചേർന്നൊക്കെ നല്ല വരുമാനം ദിവസവും വരുന്ന ആ വ്യക്തിയോട് വേറെ ഒരു സാധാരണ ഒരു വരുമാനം വരുന്ന ഒരു ചെറുപ്പക്കാരൻ പോയി 100 രൂപയുടെ കഥ പറഞ്ഞു. അതായത് 100 രൂപ ലാഭം കിട്ടുന്ന അനുവദനീയമായ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ അതിനെ പുച്ഛിച്ചങ്ങ് തള്ളുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തുകൊണ്ടും വെറുപ്പറിയിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണം അങ്ങ് പ്രതികരിച്ചു. ഒരു 100 രൂപക്ക് ലാഭമാണോ എന്ന തരത്തിൽ വളരെ മോശമായ നിലക്കുള്ള ഒരു പ്രതികരണം അദ്ദേഹം അങ്ങ് പ്രതികരിക്കുകയാണ്. വർഷങ്ങൾ കഴിഞ്ഞു. ഈ സമയത്ത് ഞാൻ ആ പറഞ്ഞ വ്യക്തി ഉണ്ടല്ലോ, അദ്ദേഹത്തിനിക്ക് വരുമാനം കൂടുതൽ വരുന്നത് കൊണ്ട് മറ്റേയാളെ പുച്ഛിച്ചു തള്ളിയ ആ മനുഷ്യൻ ഒരു ഗതിയും പിടിക്കാതെ കണ്ടിങ്ങനെ ജീവിക്കുകയാണ്. ജീവിതത്തിൽ അനുഭവിച്ച ഒരു കാര്യമാണ്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു വിഷയത്തിലും ഒരു തരത്തിലും മുന്നോട്ട് സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിന് പോകാൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും തന്നെ കിട്ടുന്ന ഒരു ലാഭത്തിനെ പോലും ഒന്നിരിക്കൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ചെറുതാണ് എങ്കിലും മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന തരത്തിൽ പ്രതികരിക്കരുത് എന്നാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നിങ്ങൾ എന്നോടെങ്ങാനും നന്ദി കാണിച്ചാൽ, തന്നതിനുള്ള ബഹുമാനത്തോടു കൂടിയുള്ള പ്രതികരണങ്ങൾ ഉണ്ടായാൽ ഞാൻ പിന്നെയും ഇത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളെങ്ങാനും എനിക്ക് മാറ് കാണിക്കുകയാണെങ്കിൽ, അഹങ്കാരത്തോടുകൂടി ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ് എന്നുള്ള ചിന്തയോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിൽ എൻ്റെ ശിക്ഷ നിങ്ങൾ അനുഭവിക്കുന്നതിനേക്കാളും അപ്പുറമായിരിക്കും. ഒരിക്കലും തന്നെ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ശിക്ഷകൾ എന്നിൽ നിന്നുണ്ടാകുമെന്ന് ഖുർആൻ പറയുകയാണ്. അനുഭവിക്കുന്നു ചിലരെ. അതുകൊണ്ട് അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള ഒരു പ്രതികരണവും ഉണ്ടാവാതിരിക്കുക.